നമസ്കാരം. കൺകെട്ട് എന്ന് പറയുന്ന സിനിമയിൽ കീലേരി അച്ചു എന്ന് പറയുന്ന കഥാപാത്രത്തെ നമ്മളെ മാമുക്കോയെ അവതരിപ്പിച്ചത് വിഖ്യാതമാണ്. മലയാളികൾ എപ്പോഴും അത് ഓർത്തുകൊണ്ടിരിക്കും. കീലേരി അച്ചു എല്ലാവരും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. കീലേരി അച്ചു അങ്ങനെ ജയിലിൽ നിന്ന് ഇറങ്ങി കത്തിയുമായി ഇങ്ങനെ നമ്മളെ സിനിമയിലെ പ്രധാന കഥാകേന്ദ്രമായ കോളനിയിലേക്ക് വരികയാണ്. എന്നിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തുകയാണ്. എവിടെടാ എനിക്കെതിരെ സാക്ഷി, എനിക്കെതിരെ തിരിഞ്ഞവെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ആളുകൾ മുഴുവൻ പേടിച്ചോടുകയാണ്. കീലേരി അച്ചു ഒരു വലിയ വില്ലനായി നല്ല മ്യൂസിക് കിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ കീലേരി അച്ചുവിനോട് ഒരു ദിവസം ഒരു നായക കഥാപാത്രം വന്ന് തിരിച്ച് നീ ആരടാ എന്നോട് ചോദിക്കാൻ, സൗകര്യമില്ലടാ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്നതോടുകൂടി കീലേരി അച്ചു പേടിച്ച് ആകെ പെട്ടെന്ന് സ്റ്റക്കാവുകയാണ്. ഈ ആളുകളുടെ മുമ്പിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ പെടണം എന്നുള്ള സമീപനത്തോടുകൂടി ജയറാമിൻ്റെ കഥാപാത്രത്തിന് മുന്നിൽ കേഴുന്നത് നമ്മൾ കാണുകയാണ് രഹസ്യമായി. അപ്പോൾ ഈ മൂപ്പരോട് കത്തീൻ്റെ കാര്യമൊക്കെ ചോദിക്കും. ഈ കത്തിയൊക്കെ ഏതാ? അത് ഞാനിങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊണ്ടുപോകുന്ന കത്തിയാണ്, അടക്ക വിട്ടുന്ന ഞാൻ എന്തോ ഒരു കാര്യം പറയും, അത്രയേ ഉള്ളൂ കത്തി. അപ്പോൾ കത്തീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോകുന്ന ഇതെൻ്റെ സുഹൃത്താണ്, ഇവനെ ആരും തുടരുത് എന്ന് പറഞ്ഞ് അയാളുടെ ഭീഷണിയൊക്കെ പിൻവലിച്ച് തിരിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ് കീലേരി അച്ചു. എല്ലാവർക്കും അറിയാവുന്ന കഥാപാത്രം. കീലേരി അച്ചുവിനെ ഞാൻ ഇപ്പോൾ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ, കേരളത്തിലേക്ക് ED കേന്ദ്രത്തിൽ നിന്നും ഒരു ഏജൻറ്റായി വന്ന് ഇറങ്ങി, കേരളത്തിൽ മാത്രമല്ല BJP ഇതര സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥിരം കാഴ്ചയാണ്. എല്ലായിടത്തും പോവും, ED അങ്ങ് മേഞ്ഞ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആളുകളൊക്കെ ജയിലിലടിച്ച് അങ്ങ് പോവും. അവസാനം കേസ് അതുമായി ബന്ധപ്പെട്ട വിചാരണയൊക്കെ ആകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുവരെ ഈ പാവപ്പെട്ട ആൾക്ക് ഉണ്ടായ ദുഷ്പേര് മാത്രം ബാക്കിയാവുകയും ചെയ്തു. ED തെളിയിച്ച കേസുകളെക്കുറിച്ചുള്ള കണക്കൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോവും. പക്ഷേ അവർ വന്ന പ്രകടനം ഒക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഭീകരമായിരിക്കും. ഒരു ഇലക്ഷനിലൊക്കെ അങ്ങനെ അട്ടിമറിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകടനം, ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകടനം. കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ് ഞാൻ കഥ പറയാൻ ഇടയാക്കിയത്. അത് കിഫ്ബി കേസിൽ ED വന്ന വരവും കിഫ്ബി കേസിലെ തോമസ് ഐസക്കിനെ തന്നെ പിടിച്ചകത്തിടാനുള്ള EDയുടെ നീക്കവും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതിയിൽ നിന്ന് തോമസ് ഐസക്കിൻ്റെ ആവശ്യപ്രകാരം ഞാൻ ഏത് കേസിലും ഹാജരാകാനും എനിക്കെതിരെ ഏത് അന്വേഷണത്തിനും തയ്യാറാണ്, പക്ഷേ മനഃപൂർവ്വം രാഷ്ട്രീയമായ ദുരുപയോഗത്തിന് വേണ്ടി നീക്കം നടക്കുകയാണ് എന്നുള്ള വാദവും ഉന്നയിച്ച് കോടതിയിൽ പോവുകയും നീണ്ട വിചാരണകൾ ഇടയിൽ സ്റ്റേ ചെയ്യുന്നു, സമൻസ് സ്റ്റേ ചെയ്യുന്നു, പിൻവലിക്കുന്നു, സ്റ്റേ ചെയ്യുന്നു, അങ്ങനെ പല രീതിയിലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നുപോയി അവസാനം EDയോട് കോടതി തന്നെ ഇതെന്ത് പരിപാടിയാണ്, എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കുകയും ഇത് റദ്ദാക്കേണ്ടി വരും ഈ സമൻസ് മൊത്തമായിട്ടെന്ന് പറയുകയും എന്നാൽ പിന്നെ ഞങ്ങൾ പിൻവലിച്ച് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ED കേസും പിൻവലിച്ച് സ്ഥലം വിട്ടിരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതാണ്. കിഫ്ബി മസാല ബോണ്ടിൽ EDക്ക് വീണ്ടും ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടിയുടെ ദിവസമാണിന്ന്. അന്വേഷണത്തിന് തെളിവുകളില്ല എന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കിയതോടുകൂടിയാണ് നാടകീയമായ സാഹചര്യം ഉണ്ടായത്. മസാല ബോണ്ട് കേസുമായി ബന്ധപ്പെട്ട എല്ലാ സമൻസും പിൻവലിക്കുന്നു എന്ന് ED കോടതിയെ അറിയിച്ചു. ED സമൻസ് ചോദ്യം ചെയ്ത് തോമസ് ഐസക് നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഒടുക്കം ഈ ഉത്തരവിലേക്ക് എത്തിയ സാഹചര്യം ഉണ്ടായത്. ED സമൻസ് നിലനിൽക്കില്ല എന്ന് കോടതി ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നതാണ്, ഇങ്ങനെയൊന്നും പോയാൽ പറ്റില്ല. അപ്പോൾ തൽക്കാലം സ്റ്റേ ആണ് അന്ന് നൽകിയത്. പിന്നീട് അതിൻ്റെ തുടർ ചർച്ചകളും വാദങ്ങളും ഒക്കെ ഉണ്ടായി. ഒടുക്കം കോടതി ഹർജി തീർപ്പാക്കി 7 തവണ കിഫ്ബിയുടെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതായി കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തോമസ് ഐസക്കിനൊപ്പം കിഫ്ബിയും സമർപ്പിച്ചിരുന്ന ഹർജി, ഈ ഹർജിയിൽ നേരത്തെ പുതുക്കിയ സമൻസ് അയക്കാൻ EDക്ക് അനുമതി നൽകിക്കൊണ്ട് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ഉത്തരവ് നൽകിയിരുന്നു. തുടർന്ന് തോമസ് ഐസക്ക് സമർപ്പിച്ച അപ്പീലിൽ പുതുക്കിയ സമൻസ് അയക്കാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷമായി നടന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിലെ വലിയ മുന്നേറ്റങ്ങൾക്ക് കാരണമായത് കിഫ്ബി എന്ന പുതിയ ആശയത്തിൻ്റെ വാതിൽ തുറന്നതോടുകൂടിയായിരുന്നു. ഇതുവരെ കേരളം കാണാത്ത വിധത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇടപെടാൻ ഒരുപക്ഷെ മറ്റ് സർക്കാരുകൾ അത്തരം ആശയങ്ങളിലേക്ക് പോകാത്തതുകൊണ്ടായിരിക്കും ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സാധിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാന കാര്യം കിഫ്ബിയാണ്. എന്നാൽ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഫലം പോലും അതിലേക്ക് സ്വാധീനിക്കുന്ന വിധത്തിലേക്ക് മാറി എന്ന് കണ്ടതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നീക്കം വന്നത്. കിഫ്ബിയുടെ ആ ആശയത്തെ കൂടി കേരളത്തിൻ്റെ ബജറ്റ് വിഹിതത്തിലേക്കും കടമെടുപ്പ് പരിധിയിലേക്കും ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങ് വെട്ടിക്കളഞ്ഞ ഒരു പരിപാടി വന്നിരുന്നു. ഇപ്പോൾ കിഫ്ബി എന്ന സങ്കല്പം ഏകദേശം ഡെഡാവുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലാത്ത സ്ഥിതിയിലാണ് കേരളം പോകുന്നത്. അതുകൊണ്ടുകൂടിയാണ് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിയത്. കേന്ദ്രത്തിൻ്റെ ആ തീരുമാനം വന്നതോടുകൂടിയാണ് അത്തരമൊരു സാഹചര്യമുണ്ട്. അങ്ങനെ കിഫ്ബിയെ ഏത് വിധത്തിൽ പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു ബാക്കി പത്രം എന്നുള്ള നിലയിലാണ് ED ഇവിടെ ഇടപെട്ടത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വിധി കോടതിയിൽ പോവുകയും വിധി സമ്പാദിക്കുകയും തോമസ് ഐസക്കിനെ കൈകാര്യം ചെയ്യാനുള്ള നിലയിലേക്ക് ED പോവുകയും കോടതി അതിൽ ഇടപെട്ട അന്തിമ വിധി പറയുകയും ചെയ്തിരിക്കുന്നത്. ഈ ഘട്ടത്തിൽ തോമസ് ഐസക്ക് ഈ കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിശദീകരണം നമുക്ക് കേൾക്കാം. എനിക്കെതിരായ സമൻസ് ED നിരുപാധികം പിൻവലിച്ചു, കുറ്റിയും പറിച്ചുകൊണ്ട് ഓടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതുപോലൊരു അഭ്യാസം.
തങ്ങളുടെ കയ്യിൽ ചില പുതിയ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്, സീല് ചെയ്ത കവറിൽ കോടതിയിൽ സമർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കിയതാ. നേരത്തെ ED അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയാൽ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ. കോടതി ചെവി കൊടുത്തില്ല. തെളിവുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷിക്കുക എന്നായി കോടതി. എനിക്കും അതിനോട് വിരോധമില്ല, പക്ഷേ കേസെടുത്ത് അന്വേഷിക്കുന്നില്ല. എൻ്റെ റിട്ട് എനിക്കെതിരായി ഒരു അന്വേഷണവും പാടില്ല എന്നല്ല, ഒരു തെളിവിൻ്റെയും അടിസ്ഥാനമില്ലാതെ ചുറ്റിത്തിരിഞ്ഞുള്ള അന്വേഷണം, റോവിങ് ആൻഡ് ഫിഷിംഗ് എക്സ്പെഡിഷൻ, അങ്ങനെ പറ്റില്ല എന്ന് മാത്രമായിരുന്നു എൻ്റെ വാദം. അതും കോടതി അടിവരയിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. വിദേശ വിനിമയ നിയമം ലംഘിച്ചു എന്നോ കള്ളപ്പണം വെളുപ്പിച്ചു എന്നോ വല്ല തെളിവുമുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തോളൂ എന്നുള്ളതാണ് എൻ്റെ സാഹചര്യം. വിദേശ വിനിമയ നിയമത്തിൻ്റെ ഫെമ നടത്തിപ്പുകാർ റിസർവ് ബാങ്കാണ്. റിസർവ് ബാങ്കിനെ കോടതിയിൽ വിളിപ്പിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമായിരുന്നു. കാരണം റിസർവ് ബാങ്കിൻ്റെ അനുമതിയോട് കൂടിയാണല്ലോ കിഫ്ബിയുടെ ബാക്കി നടപടികളൊക്കെ എടുത്തത്. 6 മാസം സമയമെടുത്തെങ്കിലും റിസർവ് ബാങ്ക് വന്നു. എന്നിട്ട് പറഞ്ഞത് എന്താ? റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടെയാണ് മസാല ബോണ്ട് ഇറക്കിയത് എന്ന്. ആ പണം എന്തിന് വിനിയോഗിച്ചു എന്നത് മാസാമാസം കിഫ്ബി റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അതിലൊന്നും ഒരു കുറ്റവും ED കണ്ടിട്ടില്ല. ഇതുമായി നേരിട്ട് ബന്ധപ്പെടാത്ത മറ്റെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിന് റിസർവ് ബാങ്കിന് ഉത്തരവാദിത്തമില്ല. ഏതായാലും ഫെമ നിയമലംഘനവാദം പൊളിഞ്ഞു. പിന്നെ എന്ത് ഫെമ കേസ്? എന്തിനായിരുന്നു EDയുടെ ഈ പണിയൊക്കെ? ഡൽഹിയിലെ രാഷ്ട്രീയ യജമാനന്മാർ പറഞ്ഞിട്ട് 10,000 കോടിയുടെ ഏർപ്പാടല്ലേ, ഒന്ന് തപ്പിയാൽ എന്തെങ്കിലും തടയാതിരിക്കില്ല. ഡൽഹിയിലെ യജമാനന്മാരുടെ പാരമ്പര്യം അനുസരിച്ച് അങ്ങനെ ഒരു ചിന്ത വന്നത് സ്വാഭാവികം. ഇനി അഴിമതി ഒന്നും ഇല്ലെങ്കിലും കേരള വികസനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിന് അടിത്തറ പാകിക്കൊണ്ടിരിക്കുന്ന കിഫ്ബിയെ അവർക്ക് തകർക്കണം. ആരൊക്കെയാണ് കിഫ്ബിയിൽ അന്വേഷിക്കാൻ വരുന്നത്? C&AG വന്നു. കിഫ്ബിയുടെ വായ്പ ഓഫ് ബജറ്റ് ബോറോയിങ് ആണെന്നും വിധിയും പ്രസ്താവിച്ചു. ഇതേ C&AG കേന്ദ്ര സർക്കാരിൻ്റെ ഓഫ് ബജറ്റ് ബോറോയിങ് കേന്ദ്ര സർക്കാർ സമ്മതിച്ചതിൻ്റെ ഇരട്ടി വരുമെന്ന് അതേ വർഷം തന്നെ റിപ്പോർട്ട് എഴുതിയവരാണ്. പക്ഷേ കേന്ദ്രത്തിൻ്റെ വായ്പ അവരുടെ കടത്തിൽ ഉൾപ്പെടുത്തണ്ട, കേരളത്തിൻ്റേത് ഉൾപ്പെടുത്തിയേ തീരൂ. ഈ തർക്കം ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. C&AGയെ തുടർന്ന് ഇൻകം ടാക്സുകാർ വന്നു. കിഫ്ബി നികുതി അടച്ചില്ല എന്നാണ് കേസ്. കിഫ്ബി അല്ല, പ്രൊജക്റ്റ് ടെൻഡർ വിളിക്കുന്ന SPVകളാണ് നികുതി അടച്ചിട്ടുള്ളത്. ഈ നികുതി പ്രത്യേകം കാണിച്ചിട്ടാണ് കിഫ്ബി അവർക്ക് പണം നൽകിയിട്ടുള്ളത്. കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ് തരാം, നിങ്ങൾ സൗകര്യപൂർവ്വം പരിശോധിച്ചോളൂ, എന്തു രേഖയും പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞിട്ടൊന്നും അവർ ചെവിക്കൊണ്ടില്ല. 15 അംഗ സംഘം ഒരു പകൽ മുഴുവൻ മാധ്യമങ്ങളെ സാക്ഷി നിർത്തി ജീവനക്കാരെ ബന്ദോബസ്താക്കി പരിശോധന നടത്തി. അടുത്തത് EDയുടെ ഊഴമായിരുന്നു. ആദ്യം ഉദ്യോഗസ്ഥരെയാണ് വിളിപ്പിച്ചത്. ഒരു തവണയല്ല, ഏതാണ്ട് എല്ലാ മാസവും. ഓരോ തവണയും മാധ്യമ ആഘോഷം. ഒരു തവണ വനിതാ ഓഫീസറോട് അപമര്യാദയായി പെരുമാറി. ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കുക. എന്തെങ്കിലും അറിയാനല്ല, അന്വേഷണം നീട്ടിവലിച്ച് നല്ലൊരു ധനകാര്യ സ്ഥാപനത്തെ തകർക്കാനായിരുന്നു ശ്രമം. പിന്നെയാണ് എന്നെ വിളിപ്പിച്ചത്. എന്തെങ്കിലും കുറ്റം പോലും ആരോപിക്കാതെ എൻ്റെ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ടപ്പോഴാണ് കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സമൻസ് സ്റ്റേ ചെയ്തുകൊണ്ട് ലളിതമായൊരു ചോദ്യം EDയോട് ചോദിച്ചു. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം എന്ന്. 1.5 വർഷമായി ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല. റിസർവ് ബാങ്കിൻ്റെ മൊഴി കൂടിയായപ്പോൾ കേസിൻ്റെ കഥ തീർന്നതാണ്. എന്നാൽ മുഖം രക്ഷിക്കാനുള്ള അഭ്യാസങ്ങളുമായി പിന്നെയും കുറേ മാസങ്ങൾ വലിച്ചു നീട്ടി. ഒടുവിൽ കഥ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇനിയും EDക്ക് അന്വേഷിക്കാമല്ലോ, നിശ്ചയമായിട്ടും. പക്ഷേ എന്തെങ്കിലും തെളിവുമായിട്ട് എന്നെ വിളിപ്പിക്കാൻ കഴിയൂ. അല്ലാത്ത പക്ഷം ഞാൻ വീണ്ടും കോടതിയെ സമീപിക്കും. ഇതാണ് തോമസ് ഐസക്കിൻ്റെ പ്രതികരണം. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും രാജ്യത്തെങ്ങും BJP ഇതര സംസ്ഥാനങ്ങളിൽ കാണുന്ന അതുപോലെ EDയെ വിട്ട് പല കാര്യങ്ങളും നടത്താമെന്നുള്ള നീക്കം നടക്കുന്നുണ്ട്. അത് വിജയിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയമായ ഗുണമുണ്ടാകുന്ന തലത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ അതിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യമായിട്ടായിരിക്കും ഇതുപോലെ കോടതി വഴി EDയെ വന്ന വരവിൽ തന്നെ തിരിച്ചുവിടുന്നത്. കീലേരി അച്ചുവിനെ പോലെ ഇവൻ എൻ്റെ സുഹൃത്താണ്, ഇവനെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് സമൻസ് മാത്രമല്ല അന്വേഷണം തന്നെ അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നത്. എന്തായാലും തോമസ് ഐസക്ക് ഈ കേസിൽ ഒരു വലിയ വിജയം നേടിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിലും ED ഇവിടത്തൊക്കെ തന്നെ കാണും എന്നുള്ള രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കിയാൽ നന്ദി. നമസ്കാരം.